എല്ലാവർക്കും ഒരുമിച്ച് ലീവ് കിട്ടി നമ്മളെവിടെയെങ്കിലും പോകണ്ടേ, അങ്ങനെ പോയൊരു വീഡിയോ ഇട്ടത്. അതും വൈകുന്നേരം നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. കാരണം നിങ്ങൾക്ക് ഈ വണ്ടി കണ്ടാൽ തന്നെ മനസ്സിലായി എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോയത് തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്തിട്ടോ, അതായത് തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പോകണല്ലോ കേട്ടോ ഈ ഒരു ഏരിയയിലേക്ക്. അതായത് ക്ലോവ് റിസോർട്ടിൻ്റെ അടുത്ത് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഴയാട്ടോ. അവിടെ നമ്മൾ വിചാരിച്ച് നമ്മൾ മാത്രമാണ്, പക്ഷെ അങ്ങനെയൊന്നുമില്ല. വയനാട്ടിൽ നിന്ന് പുറമേയുള്ള ആൾക്കാരാണ് അവിടെ അധികം വരുന്നത്. നല്ല വൈബായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് നല്ല ചായയും കടിയൊക്കെ കൊണ്ടുപോയി നല്ല കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്പോട്ട് ഏതാണെന്ന് മറക്കണ്ട, തിരുനെല്ലി അമ്പലത്തിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് കുറച്ച് പോകണ്ട കേട്ടോ. ക്ലോവ് റിസോർട്ട് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ലൊക്കേഷൻ കിട്ടും കേട്ടോ. അങ്ങോട്ടേക്ക് പോകുന്ന വഴി തന്നെ അടിപൊളിയാട്ടോ. പിന്നെ ഫുള്ള് കാടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല പുഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം പിന്നെ ഒന്ന് ഫാമിലി ആയിട്ടൊക്കെ പോകാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ പോയത്. അവിടെ ഷോപ്പും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല. കുറച്ച് അങ്ങോട്ടൊക്കെ പോയാലുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ അതൊരു രസമല്ലേ നിറച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാട്ടോ പോയത്. നിങ്ങൾക്ക് ഈ വഴിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. കാണാൻ നല്ല അടിപൊളിയാണ്. വീഡിയോയിൽ എങ്ങനെ മനസ്സിലാകുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ അങ്ങോട്ടൊക്കെ പോകാനുള്ള വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തിരുനെല്ലി ക്ലോവ് റിസോർട്ടിൻ്റെ അടുത്താട്ടോ ഇത് വരുന്നത്. പിന്നെ നമ്മൾ ഇതിനു മുമ്പും പോയിട്ടുണ്ടേനു. അപ്പോൾ ഇതിന് ഉപ്പ ഒന്ന് ആ പ്രാവശ്യം വന്നിട്ടില്ലേനു. അപ്പോൾ ഓരെയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പിന്നെ എന്തായാലും വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. ഇതങ്ങോട്ടേക്കുള്ള വഴി കേട്ടോ. രണ്ട് സൈഡും ഫുള്ളായിട്ട് പിന്നെ വയലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട് തന്നെ പുഴയും ഉണ്ട് കേട്ടോ. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് കാണാമല്ലോ. ഇപ്പം മെയിനായിട്ട് വൈബാണല്ലോ നോക്കാം. അങ്ങനെ നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് പറ്റിയൊരു സ്പോട്ടാട്ടോ. ഈ തിരുനെല്ലി വരുന്നത് അടിപൊളിയാണ്. കാരണം വൈബ് എന്ന് വെച്ചാൽ ഇതാണ് വൈബ്. രണ്ട് സൈഡും ഫുൾ ഫോറസ്റ്റാണ്, പോകുന്ന വഴിക്ക് ഫുള്ള്. നമ്മൾ ആ പുഴേൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് രണ്ട് സൈഡിലേക്കും നല്ല പിന്നെ വയലാട്ടോ വരുന്നത്. നല്ല ശാന്തമായിട്ടുള്ള ഒരു ഏരിയ, നല്ല പീസ്ഫുള്ളാണ്. നല്ല ചായയും കടിയൊക്കെ കുടിച്ചിരിക്കാം, നമ്മളെ ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതിനൊക്കെ പറ്റിയ അടിപൊളി ഏരിയ കേട്ടോ. പിന്നെ വെള്ളമൊക്കെ നല്ല ഐസും കട്ട പോലുള്ള വെള്ളമാണ്. നമ്മൾ ഇത്രയും അങ്ങ് പ്രതീക്ഷിക്കില്ല. അപ്പം പിന്നെ എന്തായാലും കുളിക്കാൻ പോയതാണല്ലോ എന്ന് വെച്ചിട്ട് മക്കളും കാര്യങ്ങളൊക്കെ കുളിപ്പിച്ചെടുത്തിട്ടാട്ടോ വന്നേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോകൾ കണ്ടോക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. പിന്നെ മെയിനായിട്ട് നല്ല റീൽസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊരു പറ്റിയൊരു സ്പോട്ടാട്ടോ. റോഡാണെങ്കിലും അവിടെ ആ പുഴേൻ്റെ അടുത്ത് തന്നെ നല്ല വയലുണ്ട് കേട്ടോ. നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പിന്നെ നമുക്ക് നല്ല രസത്തിലുള്ള ഫോട്ടോസ് കിട്ടും. ഇതാട്ടോ അതിൻ്റെ മെയിനായിട്ട് വരുന്നതാണ്. ഇതൊരു വലിയൊരു പാലാട്ടോ. തിരുനെല്ലി നമ്മളാ പോകുന്ന സ്ഥലത്തേക്കുള്ളതാട്ടോ. കണ്ടോ, ഈ റോഡ് ഫുള്ള് ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വൈകുന്നേരം വന്ന് നല്ല ചായക്ക് കുടിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു വ്യൂ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വൈബായിട്ട് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും ഇവിടെ നമുക്ക് പോകാൻ പറ്റും. നല്ല അടിപൊളി ഏരിയ ആണ്. എന്തായാലും പിന്നെ വയനാട്ടിലൊക്കെ വരുന്നവരും വയനാട്ടിലുള്ള ആൾക്കാരും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് വൈകുന്നേരം ആയിപ്പോയി, പക്ഷേ ഇത് കറക്റ്റ് ടൈമിനും തോന്നുന്നു. കുറച്ച് ടൈമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ ഉള്ള ടൈം അത്യാവശ്യം നല്ലതേനു കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഏരിയയിലല്ല പോയത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന പിന്നെ സ്ഥലത്തേക്കാട്ടോ പോയിട്ട്. പിന്നെ ഇതും അടിപൊളിയാണ്. ആ ക്ലോവ് റിസോർട്ടിൻ്റെ സൈഡിൽ വരുന്ന അതും അടിപൊളിയാണ്. രണ്ട് ഏരിയ ഇത് ഒരേ
പുഴ തന്നെയാണ്. പക്ഷെ നമ്മൾ കുറച്ച് ഏരിയ കുറച്ച് മാറി ഇറങ്ങിയിട്ടേ ഉള്ളൂ. കാരണം നമുക്ക് കുളിക്കണം ആ ഒരു ഇതുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെയാണ് വന്നത്. ഇവിടെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. തൃശ്ശൂർ, മലപ്പുറം അങ്ങനെ കുറേ പുറത്തുള്ള ആൾക്കാരാട്ടോ ഇതൊക്കെ കാണാൻ വരുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വയനാട്ടിലുള്ള ആൾക്കാർ ഇത് ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ തന്നെ ഇപ്പോൾ അടുത്ത് അങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ കയ്യിലെല്ലാം ഫുള്ള് ലഗേജ് ആട്ടോ. കാരണം അവിടുന്ന് ഇതാക്കി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടാണ് പോയത്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ചായയും കടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. മക്കളൊക്കെ വളരെ സന്തോഷം അവലിനെ പരിചയപ്പെട്ടു. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. വെള്ളം ഒഴുകുന്ന കാണാൻ തന്നെ എന്ത് ഭംഗിയാ. ഇതൊക്കെ വെള്ളം കണ്ടപ്പോൾ പിന്നെ മക്കളൊക്കെ കോലം മാറിയിട്ടോ. അവർക്ക് എങ്ങനെയെങ്കിലും അതിനകത്തൊക്കെ ഇറങ്ങിയാൽ മതിയെന്നായി. പക്ഷെ ഭയങ്കര തണുപ്പാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ. നല്ല ഒഴുക്കുണ്ട്. നല്ല ഒരു കാപ്പി ഒരു കാപ്പി ഒരു നുറുക്കും ഒരു ചവർമ്മ. വൈകുന്നേരം ആയപ്പോൾ ആകാശമൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ച് വൈബായിട്ട് ഫാമിലീനോടൊപ്പം ഇരിക്കാൻ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് തന്നെ. നമ്മളാ വരുന്ന സമയത്ത് ഒരു പാലം കണ്ടിട്ടില്ല. അവിടെ തന്നെ ഇഷ്ടംപോലെ ടീ ഷോപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ആ വൈബിന് വേണ്ടിയിട്ട് സെറ്റാക്കിയ ഒരു സ്ഥലം പോലെ ഉണ്ട്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ആക്കുക. അപ്പം ഇന്നത്തേക്ക് ഇത്രേ വീഡിയോ ഉള്ളൂ.